ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, ലോകം അശാന്തിയുടെ ഇരുണ്ട പാതയിലൂടെ യാത്ര ചെയ്യുകയാണ്. സ്ഫോടനങ്ങളുടെയും വിലാപങ്ങളുടെയും ശബ്ദമാണ് നാം ഏവരും ശ്രമിക്കുന്നത്. സമാധാനം സൃഷ്ടിക്കേണ്ടവർ യുദ്ധത്തിൽ ഹരം കണ്ടെത്തുമ്പോൾ തകർന്നടിയുന്നത് മനുഷ്യകുലത്തിൻ്റെ പ്രതീക്ഷകളാണ്. ഇക്കുറി യുദ്ധം തുടങ്ങിയത് 165 കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്താണ്. പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോയവർ തിരികെ വന്നത് ജീവനറ്റാണ്. യുദ്ധങ്ങൾ എല്ലായ്പ്പോഴും അസമാധാനത്തിൻ്റേതാണ്. യുദ്ധത്തെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വിഖ്യാതമായ വാചകം ഇപ്രകാരമാണ്: മൂന്നാം ലോകമഹായുദ്ധത്തിൽ ഏതൊക്കെ ആയുധങ്ങളാകും ഉപയോഗിക്കുക എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ 4ാം യുദ്ധം കല്ലും കട്ടകളും ഉപയോഗിച്ചാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. യുദ്ധത്തിൻ്റെ നശീകരണ ശക്തി എത്ര ഭയാനകമായിരിക്കുമെന്ന ഐൻസ്റ്റീൻ്റെ ചിന്ത നാം ഇന്ന് കൺമുൻപിൽ കാണുകയാണ്. ലോകത്തിനുമേൽ സമാധാനത്തിൻ്റെ മാലാഖ വസിക്കുവാൻ നാം എല്ലാവരും പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെ കോടിക്കണക്കിന് ഇന്ത്യക്കാർ ഗൾഫ് മേഖലകളിൽ കഴിയുന്നുണ്ട്. അവരുടെ സുരക്ഷയ്ക്കായി നാം പ്രാർത്ഥിക്കുന്നു. നാട്ടിൽ ആകുലതയോടെ കഴിയുന്ന കുടുംബാംഗങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭയപ്പെടുകയും അരുതെന്ന ക്രിസ്തുവിൻ്റെ വചനം നമുക്ക് കാവലാകട്ടെ. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അശാന്തിയുടെ കാർമേഘം നീങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ഞായറാഴ്ച, അതായത് മാർച്ച് 8-ാം തീയതി, നമ്മുടെ ദേവാലയങ്ങളിൽ ലോകസമാധാനത്തിനായി പ്രത്യേക പ്രാർത്ഥന നടത്തണം. ദൈവസന്നിധിയിലുള്ള അപേക്ഷകൾക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കും. പശ്ചിമേഷ്യയിൽ കഴിയുന്ന ഏവരുമേ, മലങ്കര സഭ നിങ്ങൾക്കൊപ്പമുണ്ട്. സന്തോഷത്തിൽ നാം എങ്ങനെ ഒന്നായിരുന്നുവോ അപ്രകാരം തന്നെ പ്രതിസന്ധിയുടെ ഈ ഘട്ടത്തിലും നമുക്കൊരുമിച്ച് സമാധാനത്തിനായി കാംക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.